ഉത്തരേന്ത്യൻ നഗരങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരക്ക മഴയുണ്ട്. ബീഹാറിൽ ഇടിമിന്നലേറ്റ് 25 മരണം സംഭവിച്ചു. ഉത്തരാഖണ്ഡിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കുകിഴക്കൻ മേഖലയിലും മഹാരാഷ്ട്രയിലും മഴ തുടരുകയാണ്. ഉയർന്ന മേഖലകളിൽ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 48 മണിക്കൂറിലധികമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. അസമിൽ ശക്തമായ പ്രളയത്തിൽ ഇതുവരെ 89 മരണം സംഭവിച്ചു. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. 27 ജില്ലകളിലായി 1.5 ലക്ഷത്തിലധികം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ബീഹാറിൽ ഇടിമിന്നലേറ്റ് 25 പേർ മരിച്ചു. മധുബാനി, ഔറംഗാബാദ്, സുപോൾ, നളന്ദ എന്നിവിടങ്ങളിലാണ് അപകടമുണ്ടായത്. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞു വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞു തകർന്ന ബദ്രിനാഥ് ഹൈവേയിൽ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചതായി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അറിയിച്ചു. कुछ ऐसे पत्थर आ रहे हैं जो कि शूटिंग स्टोन थे, जो हम लोगों को काफ़ी नुकसान हुआ था. फिर बाद में हम लोग उसको रिस्टोर कर लिए. अभी हम यात्रा के लिए पूरा सुचारू कर दिए हैं. अब कुछ पत्थर आते रहते हैं तो इसको ठीक करने में थोड़ा टाइम लगेगा. थोड़ा क्या 1-2 दिन में सुचारू सही ढंग से कर दिया जाए. बड़ी गाड़ियों के लिए भी सुचारू हो जाएगा. ഉയർന്ന മേഖലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാരികളും തീർത്ഥാടകരും ജാഗ്രത പാലിക്കണം. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത ഒറ്റപ്പെട്ട മഴ തുടരുകയാണ്. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും വരും മണിക്കൂറുകളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മുംബൈയിൽ ഇന്നലെ വൈകിട്ട് മുതൽ വീണ്ടും ആരംഭിച്ച മഴയിൽ പലയിടത്തും വെള്ളം കയറി. താനെ, റായ്ഗഡ് മേഖലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി.